രാധേ. ഗുഡ് മോർണിംഗ്. സന്തോഷം അത് നമ്മൾ തന്നെ സ്വയം നേടിയെടുക്കേണ്ട ഒന്നാണ്. വേദന അത് പിന്നെ സൗജന്യമായി തരാൻ ആൾക്കാർ ഇങ്ങനെ ക്യൂ നിൽക്കുകയാണല്ലോ. നമ്മളെ എങ്ങനെ ദുഃഖിപ്പിക്കാമെന്ന് ഓരോരുത്തർ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നോക്കൂ, നിങ്ങൾ എപ്പോഴും സന്തോഷത്തിന് മറ്റൊരാളെ ആശ്രയിക്കുന്നിടത്തു നിന്നാണ് പ്രശ്നം തുടങ്ങുന്നത്. നോക്കൂ, നിങ്ങളുടെ ഭർത്താവിന് അല്ലെങ്കിൽ ഭാര്യയ്ക്ക്, മക്കൾക്ക് അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്ക്, കാമുകൻ അല്ലെങ്കിൽ കാമുകിക്ക് എല്ലാ ദിവസവും 24 മണിക്കൂറും നിങ്ങളെ ഇങ്ങനെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? അവർക്ക് അവരുടേതായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒരിക്കലും കഴിയില്ല. സന്തോഷം നിങ്ങളുടെ ഉള്ളിലുണ്ട്. നിങ്ങൾ സ്വയം കണ്ടെത്തണം. ഈശ്വര വിശ്വാസിയാണെങ്കിൽ വളരെ എളുപ്പമാണ്. നിങ്ങളുടെ കയ്യിൽ നിന്നൊരു 10,000 രൂപ കളഞ്ഞുപോയി. ഇത് 2 രീതിയിൽ എടുക്കാം. ഒന്നാമത്തെ മാർഗം, അയ്യോ എൻ്റെ 10,000 രൂപ കളഞ്ഞുപോയേ. ഈ വ്യക്തിയെ സന്തോഷിപ്പിക്കാൻ, ആശ്വസിപ്പിക്കാൻ കാമുകന് പറ്റുമോ? കാമുകിക്ക് പറ്റുമോ? ആർക്കും പറ്റില്ല. കാരണം ദുഃഖിക്കാൻ സ്വയം തീരുമാനിച്ചു. 20,000 രൂപ ഇതിന് പകരം നിങ്ങളുടെ കയ്യിൽ കൊണ്ട് തന്നാലും എന്നാലും ഇല്ല, 10,000 പോയല്ലോ എന്നോർത്ത് നിങ്ങൾ വിഷമിച്ചുകൊണ്ടേയിരിക്കും. കാരണം ദുഃഖിക്കാൻ നിങ്ങൾ സ്വയം തീരുമാനിച്ചു. രണ്ടാമത്തെ മാർഗം, എൻ്റെ പൊന്നു ഭഗവാനെ, എനിക്ക് ഏതോ അസുഖം വന്ന് ഹോസ്പിറ്റലിൽ ബില്ലടച്ച് ഈ 10-25,000 രൂപ പോണ്ടതാണ്. ശരീരം മുഴുവനും ആന്റിബയോട്ടിക്കും കയറും. അതിന് പകരം എൻ്റെ ഭഗവാൻ 10,000 രൂപയ്ക്കകത്ത് ഒതുക്കി തന്നു. 10-15,000 രൂപ ലാഭമായി. 25,000 രൂപ പനിയായിട്ട് കിടന്ന് ബില്ലടച്ചാൽ നമ്മൾ ദുഃഖിക്കത്തില്ലല്ലോ. ഓ എൻ്റെ ഭഗവാനെ, എനിക്ക് 15,000 ലാഭമാക്കി തന്നു. 10,000 രൂപയല്ലേ പോയുള്ളൂ. ബില്ലടച്ചാൽ 25,000. കോടി കോടി നമസ്കാരം. അപ്പൊ നിങ്ങൾക്ക് ഡാൻസ് കളിക്കാം. ഈ നിങ്ങളെ 10,000 രൂപ കളഞ്ഞു എന്നും പറഞ്ഞ് ലോകത്ത് ആര് കുറ്റപ്പെടുത്തിയാലും നിങ്ങളെ ദുഃഖിപ്പിക്കാൻ പറ്റില്ല. കാരണം സന്തോഷിക്കാൻ നിങ്ങൾ സ്വയം തീരുമാനിച്ചു. നിങ്ങളെ പ്രണയിക്കുന്ന ആള് കാമുകൻ അല്ലെങ്കിൽ കാമുകി വിട്ടിട്ട് പോയി. ഈശ്വര വിശ്വാസിയാണെങ്കിൽ ഓ ഭഗവാനെ എന്ത് നന്നായി. കാരണം ഇവൻ അല്ലെങ്കിൽ ഇവൾ ചതിയനാണ് ഇല്ലേ, അല്ലെങ്കിൽ അവൾ എന്നെ ചതിക്കുമായിരുന്നു. ഇവളെ അല്ലെങ്കിൽ ഇവനെ കെട്ടിയിരുന്നെങ്കിൽ എൻ്റെ ജീവിതം കുത്തുവാളയെടുത്തേനെ. ഞാൻ ജീവിതകാലം മുഴുവൻ ദുഃഖിക്കേണ്ടി വന്നേനെ. അതിൽ തന്നെ എൻ്റെ ഭഗവാൻ മോചിപ്പിച്ചേതേ. അപ്പൊ നമുക്ക് ഡാൻസ് കളിക്കാൻ തോന്നും. ഈ നിങ്ങളെ ഇവന്റെ പേര് പറഞ്ഞ് ഇനി ലോകത്താർക്കെങ്കിലും ദുഃഖിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം നിങ്ങൾ സ്വയം തീരുമാനിച്ചു സന്തോഷിക്കാൻ. ഇനി രണ്ടാമത്തെ രീതി, അയ്യോ അവൻ എന്നെ ഇട്ടിട്ട് പോയി, എനിക്ക് അവനെ തന്നെ വേണം, വശീകരണ മന്ത്രമുണ്ടോ എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാൾക്ക് അയാൾക്ക് എന്നും ദുഃഖമായിരിക്കും. അപ്പൊ സന്തോഷം നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ്. എന്തു വന്നാലും എൻ്റെ ഭഗവാൻ എനിക്ക് മോശം ഒന്നും വരുത്തില്ല, ഈ തന്നത് നല്ലതിനാണെന്ന് വിചാരിച്ചാൽ മതി. ഞാൻ അങ്ങനെയാണ് വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് 24 മണിക്കൂറും സന്തോഷം. നിങ്ങളും അങ്ങനെ ആകെ. ഗുഡ് മോർണിംഗ്. രാധേ രാധേ. ഓ രാധേ രാധേ. രാധേ രാധേ. ഓ രാധേ രാധേ.